അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധമായ റമദാനിലെ നോമ്പിലായി നിലകൊള്ളുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകൾ സ്വീകാര്യമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും പ്രാവശ്യത്തെ റമദാൻ മറ്റുള്ള റമദാനുകളിൽ നിന്ന് വ്യതിരക്തമായിരുന്നത് ചൂട് കൂടുതലുള്ള കാലഘട്ടം മാത്രമല്ല, സ്കൂൾ പരീക്ഷയുടെ ചൂട്, SSLCയും പ്ലസ് ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു ചൂടും സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും ദൈർഘ്യത, ഏകദേശം 13 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ദൈർഘ്യത ഇപ്രാവശ്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ കഠിനമാകുന്ന ചൂടിന്റെ സമയത്ത് നോമ്പ് നോൽക്കാതെ തന്നെ നമുക്ക് പരീക്ഷ എഴുതാം എന്ന് ചെറുപ്പക്കാരായ ആളുകളോട് മാതാപിതാക്കളിൽ പലരും രഹസ്യമായൊക്കെ ഉപദേശിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നോമ്പിന് ക്ഷീണമുണ്ടാകുമോ? നോമ്പിന്റെ എല്ലാ ക്ഷീണങ്ങളും മാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റമൂലി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്താഴം കഴിക്കുക. അത്താഴ ഭക്ഷണത്തിന് ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അവന്റെ എല്ലാ ക്ഷീണവും മാറും, നോമ്പ് വളരെ ഫലവത്താവുകയും ചെയ്യും, ഇബാദത്തുകൾക്ക് കർമ്മോത്സുകത ഉണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.